ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് SCR കുറിച്ചാണ്. SCR എന്ന് പറഞ്ഞാൽ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ. ഇതാണ് SCRന്റെ സിമ്പല്. നമ്മൾ ജസ്റ്റ് ഡയോഡ് പോലെ തന്നെ ഉണ്ടാവും, പക്ഷെ എക്സ്ട്രാ ഒരു ടെർമിനലും കൂടിയുണ്ട്, അതാണ് ഗേറ്റ്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെക്ക് ചെയ്യുന്നു നോക്കാം. ഇതാണ് അതിന്റെ സ്ട്രക്ചറൽ ഡയഗ്രാം. PN അങ്ങനത്തെ ഒരു 1 2 3 ജംഗ്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ആനോഡ്, കാഥോഡ്, ഗേറ്റ്. ഇനി ഈ ഗേറ്റും കാഥോഡും നോക്കാം. ഗേറ്റും കാഥോഡും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തിരിച്ചു വരക്കാൻ പറ്റും. ഇതെന്താണ്? ഒരു PN ജംഗ്ഷൻ ഡയോഡാണ്. അതായത് ഗേറ്റും കാഥോഡും തമ്മിൽ ഒരു PN ജംഗ്ഷൻ ഡയോഡ് കണക്കെ ഉണ്ടാവുക. അപ്പൊ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഗേറ്റും കാഥോഡും തമ്മിൽ PN ജംഗ്ഷൻ ഡയോഡ് നമുക്ക് അറിയാം എന്താണ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് കൊടുക്കുകയാണെങ്കിൽ കണ്ടക്ട് ചെയ്യും. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആണെങ്കിൽ ഇത് റിവേഴ്സ് ആയിരിക്കും. ഇനി അടുത്ത കണ്ടീഷൻ നോക്കാം. അപ്പൊ ഈ കണ്ടീഷൻ ഓക്കെ ആവണം. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ കണ്ടീഷൻ ഓക്കെ ആവണം. ഇനി അടുത്തത് ആനോഡും കാഥോഡും തമ്മിൽ. ഇപ്പോൾ സപ്പോസ് കാഥോഡില് നെഗറ്റീവ്, ആനോഡിൽ പോസിറ്റീവ് കൊടുത്തു കരുതുക. അപ്പോൾ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ, പോസിറ്റീവ് കൊടുത്താൽ ഇവിടെ ഈ ജംഗ്ഷൻ ഫോർവേഡായി, ഇവിടെ നെഗറ്റീവ് വരുമ്പോൾ ഈ ജംഗ്ഷനും ഫോർവേഡാവും. പക്ഷെ ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ ജംഗ്ഷൻ എന്തായിരിക്കും? റിവേഴ്സ് ആയിരിക്കും. ഈ നെഗറ്റീവ് ഇവിടെയാണ്, ഈ ജംഗ്ഷൻ എന്തായിരിക്കും? റിവേഴ്സ് ആയിരിക്കും. അപ്പൊ ഈ അതായത് ഒരേ ജംഗ്ഷൻ തന്നെ ഈ ജംഗ്ഷൻ എന്തായിരിക്കും? റിവേഴ്സ് ആയിരിക്കും. ഇവിടെ പോസിറ്റീവും വരും, അതേപോലെ നെഗറ്റീവും വരും. അതുകൊണ്ട് തന്നെ ആനോഡ് കാഥോഡ് തമ്മിൽ യാതൊരുവിധ കണക്ഷൻ ഉണ്ടാവില്ല. ഇനി റിവേഴ്സ് നോക്കാം. ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കൊടുത്തു വിചാരിക്കാം. ആനോഡിൽ നെഗറ്റീവും കാഥോഡിൽ പോസിറ്റീവും കൊടുത്ത്. അപ്പൊ ആനോഡിൽ നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഇവിടെ പി ആ ഉള്ളത്, അതുകൊണ്ട് തന്നെ അത് നെഗറ്റീവ് ആയിരിക്കും. ഇവിടെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല? റിവേഴ്സും എന്ത് ചെയ്യില്ല? അത് കണ്ടക്ട് ചെയ്യില്ല. ഇവിടെ പോസിറ്റീവ് കൊടുക്കുമ്പോൾ ഓൾറെഡി ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, അതുകൊണ്ട് ഇത് കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ, ആനോഡും കാഥോഡും തമ്മിൽ യാതൊരുവിധ കണക്ഷൻ ഉണ്ടാകാൻ പാടില്ല. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ആനോഡും ഗേറ്റും തമ്മിലാണ്. ഇവിടെ നോക്കുക, ആനോഡ് പീലാണുള്ളത്, ഗേറ്റും പീലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ സപ്പോസ് ഇവിടെ ഒരു പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കൊടുത്തെന്ന് കരുതുക. ഇവിടെ പോസിറ്റീവ് കൊടുത്ത് ഇത് ഫോർവേഡ് ആവുമെങ്കിലും ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ഇത് റിവേഴ്സ് ആയിരിക്കും. ഇനി സപ്പോസ് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കൊടുത്തെന്ന് സംഭവിക്കാം. ഇവിടെ നെഗറ്റീവ് പിയിൽ വരുമ്പോൾ തന്നെ അതെന്ത് ചെയ്യും? റിവേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആനോഡും ഗേറ്റും തമ്മിൽ യാതൊരു കണക്ഷൻ ഉണ്ടാവില്ല. പോസിറ്റീവ് ഇവിടെയും നെഗറ്റീവ് ഇവിടെയും തിരിച്ചു വന്നില്ല, കണക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ ആകെ ഒറ്റൊരു കണക്ഷൻ ഉണ്ടാവുള്ളൂ, ഗേറ്റും കാഥോഡും തമ്മിൽ. ഡയോഡിന്റെ ഇവിടെ നോക്കുക, ഡയോഡിന്റെ അതേ എഫക്റ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഏത് സെമി കണ്ടക്ടർ ഡിവൈസ് ടെസ്റ്റ് ചെയ്യുമ്പോഴും മൾട്ടിമീറ്റർ എപ്പോഴും എന്തായിരിക്കണം? ഡയോഡ് എന്നുള്ള ആ ഫംഗ്ഷനിലായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. ഡയോഡ് ഇവിടെ നോക്കുക, ഡയോഡ് ഫംഗ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഡയോഡ് ഫംഗ്ഷൻ. രണ്ടാമത്തത് ഈ പ്രോബ്, അത് ഓക്കെ ആണോ നോക്കാൻ ജസ്റ്റ് ഷോർട്ട് ചെയ്ത് ഓക്കെ ആണ്. അപ്പൊ 0 വരുന്നുണ്ടെങ്കിൽ ഇത് ഓക്കെ ആണ്. ഇനി ഇതാണ് SCR എന്ന് പറയുന്നത്. ഇതിന്റെ നമ്പർ 2P4M ആണ്. ഇതിന്റെ നമ്പർ നോക്കുക, 2P4M കാണാൻ പറ്റും. 2P4M ഇത് SCR ആണ്. കോമൺ ആയിട്ട് മിക്ക ലാബിലും ചെയ്യുന്ന ഒരു SCR ആണ് 2P4. ഇതിന്റെ ലീഡ് 3 ലീഡാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, ആനോഡ്, കാഥോഡ്, ഗേറ്റ്. ഇതിന്റെ ലീഡ് എന്ന് പറയുന്നത് ഒന്നാമത്തത് കാഥോഡ് ആയിരിക്കും, രണ്ടാമത്തത് ആനോഡ്, മൂന്നാമത്തത് ഗേറ്റ്. AG. ഒന്നാമത്തത് കാഥോഡ്, ആനോഡ്, ഗേറ്റ്. ഓക്കെ, നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിവിടെ കാഥോഡിലെ നെഗറ്റീവ് ഞാൻ പറഞ്ഞു, കാഥോഡും ഗേറ്റും തമ്മിൽ എന്തായിരിക്കും? ഒരു ഡയോഡ് കണക്ട് ആയിരിക്കും. മീറ്ററിലേക്ക് ശ്രദ്ധിക്കാം. ആദ്യമായിട്ട് കാഥോഡിലെ നെഗറ്റീവും ഗേറ്റിൽ പോസിറ്റീവും കൊടുക്കുന്നു. നോക്കാം, മീറ്റർ നോക്കാം, 0.642 വോൾട്ടേജ്. അപ്പൊ കണ്ടക്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ റിവേഴ്സ് കൊടുക്കുകയാണ്. കാഥോഡിൽ പോസിറ്റീവും ആനോഡിൽ നെഗറ്റീവും കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഒരു സൈഡ് ഓക്കെ. എന്നെന്ത് നോക്കണം? ആനോഡും കാഥോഡും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നോക്കണം. ഞാനൊന്ന് പോസിറ്റീവ് ആനോഡിലും പോസിറ്റീവ് കാഥോഡിലും നെഗറ്റീവ് ആനോഡിലും കൊടുത്തു, കണ്ടക്ഷൻ നടക്കുന്നില്ല. ഇനി റിവേഴ്സ് കൊടുത്തു നോക്കാണ്. നെഗറ്റീവ് കാഥോഡിലും പോസിറ്റീവ് ആനോഡിലും കൊടുത്തു, അപ്പോഴെന്താവുന്നില്ല? കണ്ടക്ഷൻ ചെയ്യുന്നില്ല. അപ്പൊ ആ സൈഡും ആ ഒരു കണ്ടീഷനും ഓക്കെ.
അതിന് മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ആനോഡും ഗേറ്റും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ. ഞാൻ ഗേറ്റിൽ നെഗറ്റീവ് കൊടുത്തു, ആനോഡിൽ പോസിറ്റീവ് കൊടുത്തു. ഗേറ്റിൽ നെഗറ്റീവും ആനോഡിൽ പോസിറ്റീവും കൊടുത്തു, കണ്ടക്ഷൻ ഇല്ല. മീറ്റർ നോക്കുക, കണ്ടക്ഷൻ ഇല്ല. അത് ഞാൻ നേരെ തിരിച്ചിട്ട് ഗേറ്റിൽ പോസിറ്റീവും ആനോഡിൽ നെഗറ്റീവും കൊടുത്തു, അപ്പോഴും എന്തില്ല, കണ്ടക്ഷൻ ഇല്ല. ഓക്കെ, 3 കണ്ടീഷൻ ഓക്കെ. ഇത്രയും കാര്യങ്ങളായി ആയാൽ തന്നെ നമുക്ക് എന്ത് പറയാം, SCR ഗുഡാന്ന് പറയാൻ പറ്റും. പിന്നെ അടുത്തൊരു കണ്ടീഷൻ നോക്കുക എന്ന് പറയുന്നത് കാത്തോഡിൽ നെഗറ്റീവും ആനോഡിൽ പോസിറ്റീവും കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ആനോഡിലെ പോസിറ്റീവ് ഗേറ്റിനൊന്ന് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്യുമ്പോൾ കണ്ടക്ഷൻ കാണിക്കും. പിന്നീട് ആ ഗേറ്റ് ഞാൻ ഇപ്പോൾ ഒഴിവാക്കി. നോക്കാം, കാത്തോഡിൽ നെഗറ്റീവും ആനോഡിൽ പോസിറ്റീവും കൊടുക്കുന്നു. പോസിറ്റീവിന്റെ ലീഡ് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി. എന്നിട്ട് ഞാൻ നേരെ തിരിച്ചിട്ട് ആനോഡിൽ തന്നെ അത് വെച്ചു. ആനോഡിൽ തന്നെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ, ആ SCR കണ്ടക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇപ്പൊ ആനോഡും കാത്തോഡും തമ്മിലെ കണക്ഷൻ ഉള്ളൂ, ഗേറ്റ് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. കണ്ട, ഗേറ്റ് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല. എന്നിട്ട് എന്താണ്, അത് കണ്ടക്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതാണ് SCRന്റെ പ്രോപ്പർട്ടി. വൺസ് SCR നമ്മളെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, അത് അങ്ങനെ തന്നെ കണ്ടക്ട് ചെയ്ത് അവിടെ തന്നെ നിൽക്കും. ഏത് വരെ ബിലോ അതിലൂടെ പോകുന്ന കറണ്ട് ഹോൾഡിംഗ് കറണ്ടിനേക്കാളും കുറയുന്നത് വരെ. ഹോൾഡിംഗ് കറണ്ടിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫായി പോകും. അതർവൈസ് അത് എപ്പോഴും ഓൺ തന്നെ ആയിരിക്കും. ഞാൻ നോക്കാം, ഞാൻ ജസ്റ്റ് ഇത് ആനോഡിന് എടുത്തു, എന്നിട്ട് പിന്നെ ആനോഡിൽ വെക്കുമ്പോൾ എന്താണ്